എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾ സന്തുലിതമാണോ? ഈ 3 ദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ് 140-ലധികം രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് ആയുർവേദം പറയുന്നുണ്ട്. നമ്മുടെ ജീവിതശൈലിയായ ചില തെറ്റായ ശീലങ്ങൾ ഈ ദോഷങ്ങളെ വർദ്ധിപ്പിക്കുമ്പോൾ സന്ധിവാതം, അസിഡിറ്റി, അമിതവണ്ണം, ഹൃദ്രോഗങ്ങൾ, ഷുഗർ തുടങ്ങിയ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. നമ്മൾ കഴിക്കുന്ന വെള്ളവുമായി ബന്ധപ്പെട്ട 4 ലളിതമായ നിയമങ്ങൾ പാലിച്ചാൽ ഈ ത്രിദോഷങ്ങളെ സന്തുലിതമാക്കാം. ഈ 4 നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ നിങ്ങൾക്ക് 90% രോഗങ്ങളെയും അകറ്റി നിർത്താം. ഇന്ന് നമ്മൾ ആയുർവേദത്തിലെ ഏറ്റവും വലിയ ഈ 4 ജലരഹസ്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം ഇതാണ്: ഭക്ഷണം കഴിച്ച ഉടൻ വെള്ളം കുടിക്കരുത്. നമ്മുടെ വയറ്റിൽ നാഭിയുടെ ഇടതുവശത്തായി ഒരു സ്ഥാനമുണ്ട്. ഇതിനെ നമ്മൾ ജഠരം എന്ന് വിളിക്കുന്നു. ഇവിടെയാണ് നിങ്ങളുടെ ദഹനശക്തിയായ ജഠരാഗ്നി സ്ഥിതി ചെയ്യുന്നത്. ഈ അഗ്നിയാണ് അടുക്കളയിലെ അടുപ്പ് ഭക്ഷണത്തെ പാകം ചെയ്യുന്നത് പോലെ നമ്മുടെ വയറ്റിലെ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത്. ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ജഠരാഗ്നി ജ്വലിച്ചു തുടങ്ങും. ഈ സമയത്ത് നിങ്ങൾ ഒറ്റയടിക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. കത്തുന്ന തീയിൽ വെള്ളം ഒഴിക്കുമ്പോൾ തീ കെട്ടുപോകുന്നത് പോലെ നിങ്ങളുടെ വയറ്റിൽ കത്തുന്ന അഗ്നിയും ഈ വെള്ളം കുടിക്കുന്നതിലൂടെ കെട്ടുപോകും. അഗ്നി കെട്ടുപോകുമ്പോൾ നിങ്ങൾ കഴിച്ച ഭക്ഷണം ശരിയായി ദഹിക്കില്ല. ദഹിക്കാത്ത ഭക്ഷണം വയറ്റിൽ കിടന്ന് അഴുകുവാൻ തുടങ്ങുന്നു. അഴുകിയ ഭക്ഷണം നിങ്ങൾക്ക് വിഷം പോലെ പ്രവർത്തിക്കുകയും അത് ഒരു വിഷാംശമായി മാറുകയും ചെയ്യും. ഈ വിഷമാണ് നിങ്ങൾ ജീവിതകാലം മുഴുവൻ രോഗിയായി തുടരുവാൻ കാരണം. ഇനി ഇതിനുള്ള പരിഹാരം നമുക്കൊന്ന് നോക്കാം. ഈ അഗ്നി ജ്വലിക്കുന്ന പ്രക്രിയ ഏകദേശം 1 മണിക്കൂർ വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഉദാഹരണത്തിന് 10 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ 11 മണിക്ക് മാത്രം വെള്ളം കുടിക്കുക. ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപോ കഴിക്കുമ്പോൾ 1-2 കവിൾ മാത്രം കുടിക്കുന്നതിൽ തെറ്റില്ല. രണ്ടാമത്തെ നിയമം എന്നത് നമ്മൾ വെള്ളം എങ്ങനെ കുടിക്കണം എന്നതിനെ കുറിച്ചാണ്. വെള്ളം ഒരിക്കലും ഒറ്റയടിക്ക് കുടിക്കരുത്. കവിളായി മാത്രമേ കുടിക്കുവാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ കാരണം? ഒറ്റയടിക്ക് ഒരു ഗ്ലാസ് വെള്ളം മുഴുവൻ കുടിക്കുന്ന രീതി വളരെ തെറ്റാണ്. നമ്മുടെ വായിലുള്ള ഉമിനീർ ക്ഷാരഗുണമുള്ളതാണ്, അതായത് ആൽക്കലൈൻ ആണ്. എന്നാൽ നമ്മുടെ വയറ്റിലെ ദഹനരസങ്ങൾ അമ്ലഗുണമുള്ളതാണ്, അതല്ലെങ്കിൽ അസിഡിക് ആണ്. നിങ്ങൾ വെള്ളം കവിളായി കുടിക്കുമ്പോൾ ക്ഷാരഗുണമുള്ള ഉമിനീർ പതിയെ വയറ്റിലെ അമ്ലഗുണമുള്ള പദാർത്ഥവുമായി കലരുന്നു. ഈ സംയോജനം വയറ്റിൽ അമ്ലത ഉണ്ടാകാതിരിക്കുവാൻ സഹായിക്കും, അതായത് അസിഡിറ്റി ഉണ്ടാകാതിരിക്കുവാൻ സഹായിക്കും. ഇതിന് ഫലമായി രക്തത്തിൽ അമ്ലത ഇല്ലാത്തവർക്ക് വാതം, പിത്തം, കഫം എന്നിവയുടെ അസന്തുലിതാവസ്ഥ ഉണ്ടാകില്ല. നിങ്ങൾ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ വെള്ളം നക്കി അല്ലെങ്കിൽ കവിളായി മാത്രമേ കുടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ജീവികൾക്ക് സന്ധിവാതം, പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വരാത്തത്. ഈ ശീലം നമ്മൾ പിന്തുടരുമ്പോൾ പിത്തദോഷം വർദ്ധിക്കുന്നത് തടയാനും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധിക്കും. മൂന്നാമത്തെ നിയമം എന്നത് തണുത്ത വെള്ളം, അതായത് ഫ്രിഡ്ജിലൊക്കെ വെച്ച വെള്ളം ഒട്ടും കുടിക്കരുത് എന്നതാണ്. നമ്മുടെ ശരീരം എപ്പോഴും ഒരു നിശ്ചിത താപനിലയിലായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായ താപനിലയിലുള്ള വെള്ളം കുടിക്കുമ്പോൾ അത് ശരീരത്തിൽ പോരാട്ടം തുടങ്ങുവാൻ കാരണമാകും. ഇങ്ങനെയാണ് വാത കഫദോഷങ്ങൾക്കുള്ള ഉറവിടം. തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അത് വയറ്റിലെ ജഠരാഗ്നിയെ കെടുത്തുന്നു. ഇത് ദഹനത്തെ ബാധിക്കുകയും കഫം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് വാതദോഷം വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു. തണുപ്പ് നേരിട്ട് വാതത്തെ ഉത്തേജിപ്പിക്കുന്നു. അത് സന്ധികളിലെ വേദനയ്ക്ക് കാരണമാകും. വെറും വയറ്റിൽ തണുത്ത വെള്ളം കുടിക്കുന്നത് ഹൃദയത്തെ തളർത്തുവാൻ വരെ സാധ്യതയുണ്ടെന്ന് ആയുർവേദം മുന്നറിയിപ്പ് നൽകുന്നു. ഇതിന്റെ പരിഹാരമായി നമുക്ക് എന്തൊക്കെ ചെയ്യാം? നിങ്ങൾ കുടിക്കുന്ന വെള്ളം സാധാരണ താപനിലയിലുള്ളതോ അല്ലെങ്കിൽ ചെറിയ ചൂടായതോ ആയിരിക്കണം. ചെറു ചൂടുള്ള വെള്ളം കുടിക്കുന്നത് ദഹനത്തിന് ഏറ്റവും പ്രയോജനകരമാണ്. നാലാമത്തെയും വളരെ ലളിതവുമായ നിയമം എന്നത് രാവിലെ എഴുന്നേറ്റ ഉടൻ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ ഉമിനീർ ഗ്രന്ഥികൾ പ്രവർത്തിക്കുകയും ഉമിനീർ വായിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റ ഉടൻ പല്ല് തേക്കാതെ വെള്ളം കുടിക്കുമ്പോൾ ഈ ഔഷധ ഗുണമുള്ള ഉമിനീർ വയറ്റിൽ പോവുകയും അവിടെയുള്ള ആസിഡിനെ സന്തുലിതമാക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം മാത്രം ശൗചാലയത്തിൽ പോകുക. വെള്ളം കുടിക്കുമ്പോൾ അത് വൻകുടലിലേക്ക് നേരിട്ട് പോയി അതിനെ സജീവമാക്കുന്നു. 3-4 മിനിറ്റിനുള്ളിൽ വയർ പൂർണ്ണമായും വൃത്തിയാവുകയും ചെയ്യും.
മലബന്ധം, അസിഡിറ്റി, വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയെല്ലാത്തിനും പരിഹാരം ഇതാണ്. ഇത് പിത്തദോഷത്തെ കുറയ്ക്കുവാൻ ഏറ്റവും മികച്ച മാർഗമാണ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ, ഈ 4 ലളിതമായ ജലനിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ വാതം, പിത്തം, കഫം എന്നിവ സന്തുലിതമാക്കുവാൻ സാധിക്കും. ഈ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ തന്നെ ഇരിക്കും. പ്രധാനമായുള്ള ഈ 4 നിയമങ്ങൾ നിങ്ങൾ ഓർക്കുക. ഒന്നാമതായുള്ളത് ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. രണ്ടാമതായുള്ളത് വെള്ളം കവിളായി മാത്രം കുടിക്കുക. മൂന്നാമതായുള്ളത് തണുത്ത വെള്ളം പൂർണ്ണമായും ഒഴിവാക്കുക. നാലാമതായുള്ളത് രാവിലെ എഴുന്നേറ്റ ഉടൻ വെള്ളം കുടിക്കുക. ഈ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു രോഗവും വരില്ല. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. കൂടുതൽ ആയുർവേദ രഹസ്യങ്ങൾക്കും മോട്ടിവേഷൻ വീഡിയോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.